ക്ലാസ്സിലെ ജോഗ്രഫി രണ്ടാമത്തെ പാഠം നോക്കാം. ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചും കാലാവസ്ഥയിലെ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കുവാനുള്ളത്. പാഠത്തിലേക്ക് കടക്കാം. ഒരു നോട്ട് അഥവാ ഒരു കുറിപ്പ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. നിഖിൽ ഷിബു എഴുതിയ കാനഡയിലെ കുറച്ച് കാലാവസ്ഥയിലെ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയ ഒരു കുറിപ്പാണിത്. ഇതൊന്ന് വായിച്ചു നോക്കാം. I came to Canada for higher education and staying in the province of New Brunswick. Now it is the starting of cold season here. The maple trees have begun to shed their leaves, heralding the arrival of winter. But the pine trees still remain green. Winter begins here in mid-September. It peaks by the end of January and gradually cools off to an end by April. The average temperature during this period is minus 20 degrees Celsius and can touch as low as minus 35 degrees Celsius. The most difficult thing in winter is the cold wind. There will be heavy snowfall during this time. 40 to 50 centimeters of snow will accumulate. One has to wear multiple layers of clothing to survive winter conditions. Without a jacket, gloves and footwear, it is a mess. Heaters are installed in all houses and buildings. As the month of May begins, the temperature starts to rise and by August it may reach up to 30 degrees Celsius. Daytime is hot and humid during summer and sometimes it even rains. Thin clothes will suffice in winter. നിഖിൽ ഷിബു എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥി എഴുതിയ ഒരു നോട്ടാണിത്. ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിൽ എത്തിയത്. താമസിക്കുന്നത് ന്യൂ ബ്രൺസ്വിക്ക് പ്രവിശ്യയിലാണ്. ഇവിടെ തണുപ്പുകാലം ആരംഭിച്ചിരിക്കുന്നു. ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി. എന്നാൽ പൈൻ മരങ്ങൾ പച്ചച്ച് തന്നെ നിൽക്കുന്നു. സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത്. ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും. പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ ശരാശരി താപനില minus 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് minus 35 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താഴാറുണ്ട്. ശൈത്യകാലത്ത് തണുപ്പ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശീതക്കാറ്റാണ്, തണുത്ത കാറ്റാണ്. ഈ കാലയളവിൽ ശക്തമായിട്ട് മഞ്ഞ് വീഴ്ച ഉണ്ടാകും. 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞ് അടിഞ്ഞുകൂടും. ശൈത്യ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ എന്നാണ് നിഖിൽ ഷിബു പറയുന്നത്. വീടുകളിലും കെട്ടിടങ്ങളിലും എല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. മെയ് മാസം ആരംഭിക്കുന്നതോടുകൂടി താപനില ഉയരാനായിട്ട് തുടങ്ങും. ഓഗസ്റ്റ് മാസത്തോടെ അത് 30 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. വേനലിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും. Did you read the note? Is the climate where Nikhil is residing similar to ours? Analyze the writing based on the weather elements given below. കുറിപ്പൊക്കെ വായിച്ചല്ലോ. നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമാണോ നിഖിൽ താമസിക്കുന്ന നാട്ടിലെ കാലാവസ്ഥ? ചുവടെ നൽകിയ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് വിശകലനം ചെയ്യുക. കുറച്ച് വെതർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, പ്രസിപ്പിറ്റേഷൻ, വിൻഡ്, താപനില, വർഷണം, കാറ്റ് എന്നിവയെക്കുറിച്ച് നമ്മൾ താമസിക്കുന്ന നിലവിൽ കേരളത്തിലാണല്ലേ. ഈ കേരളത്തിലും കാനഡയിലും തമ്മിലുള്ള കാലാവസ്ഥ, അതായത് അതെങ്ങനെയാണ്, അതായത് അത് സിമിലർ ആണോ എന്നൊക്കെ ഒന്ന് ഇത് മൂന്നും നോക്കി വെച്ച് ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും വിൻഡും നോക്കി വെച്ച് അത് കുറിപ്പ് വിശകലനം ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഉഷ്ണമേഖല കാലാവസ്ഥയാണ് അല്ലേ. ശരാശരി താപനില എന്ന് പറയുന്നത് 18 ഡിഗ്രി സെൽഷ്യസ് മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ്. വേനൽക്കാലം നല്ല ചൂടാണ്. പിന്നെ എന്താണ്, ജൂൺ സെപ്റ്റംബർ വരെയുടെ മഴ നല്ല ശക്തമായ
മഴയുണ്ടാവും. കേരളത്തിലെ കാറ്റുകളാണെങ്കിലോ സീസൺ അനുസരിച്ച് മാറുന്നു. കാനഡയിലാണെങ്കിൽ കാറ്റിൻ്റെ വേഗതയും ദിശയൊക്കെ ഓരോ പ്രദേശത്തെ അനുസരിച്ച് ആശ്രയിച്ചിരിക്കും. നെക്സ്റ്റ് പേജ്. ഡിഡ് യു നോട്ടീസ് ദാറ്റ് ന്യൂ ബ്രൺസിക് വെയർ നിഖിൽ ലീവ്സ് എക്സ്പീരിയൻസസ് സിവിയർ വിൻറ്റേഴ്സ് ആൻഡ് സ്നോഫോൾ? നിഖിൽ താമസിക്കുന്ന ന്യൂ ബ്രൺസിക് പ്രവിശ്യയിൽ കഠിനമായ ശൈത്യവും മഞ്ഞുവീഴ്ചയൊക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ വായിച്ചു അല്ലേ? Is climate the same everywhere in the world? Some places experience severe cold and snowfall, whereas it will be extremely hot and arid elsewhere. There are also areas with moderate temperature and humidity. Our earth is enriched with such diverse climates. You have studied about weather elements in the previous chapter. ലോകത്ത് എല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണോ? ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു. മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട്. ഇത്തരത്തിൽ കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതാണ്. Based on the fluctuations in elements of weather such as temperature and precipitation, the world can be divided into different climatic regions. താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായിട്ട് തിരിക്കാം. വാട്ട് ഈസ് എ ക്ലൈമാറ്റിക് റീജിയൻ? എന്താണ് കാലാവസ്ഥ മേഖലകൾ? എ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സേർവ്ഡ്. സമാനമായിട്ടുള്ള കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായിട്ട് കണക്കാക്കാം. ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറഞ്ഞാൽ എ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻ വിച്ച് സിമിലർ ക്ലൈമറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഒബ്സർവ്ഡ്. ലുക്ക് അറ്റ് സം ഓഫ് ദി മേജർ ക്ലൈമാറ്റിക് റീജിയൻസ് ഓഫ് ദി വേൾഡ് ദാറ്റ് ആർ ഗിവൺ ബിലോ. ലോകത്തിലെ ചില പ്രധാനപ്പെട്ട ക്ലൈമാറ്റിക് റീജിയൻസ് അഥവാ കാലാവസ്ഥാ മേഖലകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, മൺസൂൺ കാലാവസ്ഥ മേഖല. സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന കാലാവസ്ഥ മേഖല. ഹോട്ട് ഡെസേർട്സ്, ഉഷ്ണ മരുഭൂമികൾ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്, മിതോഷ്ണ പുൽമേടുകൾ. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖല. ടൈഗർ റീജിയൻ, ടൈഗർ മേഖല. തുന്ദ്ര റീജിയൻ, തുന്ദ്ര മേഖല. ഇവയൊക്കെയാണ് ലോകത്തിലെ ക്ലൈമാറ്റിക് റീജിയൻ പ്രധാനപ്പെട്ട കാലാവസ്ഥ മേഖലകൾ. ഈച്ച് ക്ലൈമാറ്റിക് റീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് ക്ലൈമറ്റ് ആൻഡ് ഫ്ലോറ ആൻഡ് ഫോന ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു ഇറ്റ്. Human life of the respective climatic region is also molded according to the geographical features. Let's delve deep into the characteristics of the major climatic regions. അതായത് ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യ ജന്തുജാലങ്ങളാണ് ഉള്ളത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതാത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുന്നത്. പ്രധാന കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് പേജ്. ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല. ലുക്ക് അറ്റ് ദി പിക്ചർ. It shows the lifestyle of the Pygmy tribe living in the equatorial climatic region. നിങ്ങൾ ഈ ചിത്രം കണ്ടില്ലേ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ, അതായത് ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ താമസിക്കുന്ന
പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്ന ചിത്രമാണിത്. This climatic region extends up to 10 degree north and south of the equator. Observe the map figure 3.3 and identify of the areas included in this region. The equatorial climatic region is characterized by high temperatures and high rainfall throughout the year. This climatic region is hotter because sun's rays fall almost vertically throughout the year. This results in higher air convection and convectional precipitation. These areas receive rainfall every day in the afternoon. Don't you remember the previous chapter discussing convectional rainfall? ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണിത്. ഭൂപടം നിരീക്ഷിച്ചിട്ട് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ കണ്ടെത്തണം. വർഷം മുഴുവനും ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ വർഷം മുഴുവൻ ഉയർന്ന താപനില ഉണ്ടാവും, വളരെ ഉയർന്ന തോതിലുള്ള മഴയും ഉണ്ടാകും. സൂര്യരശ്മികൾ ഇവിടെ ഏറെക്കുറെ, അതായത് വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായിട്ട് പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ചൂട് കൂടുതലായിരിക്കുന്നത്. ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നു. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണെന്ന് സംവഹന മഴ എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. അഥവാ കൺവെക്ഷണൽ റെയിൻഫോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുക. Evergreen forests are abundant in the equatorial climatic region due to high temperatures and high rainfall. Further details of the equatorial climatic region will be discussed in the following chapter. അതായത് ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിതവനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയങ്ങളിൽ ധാരാളമായിട്ട് മഴയും ഉയർന്ന തോതിലുള്ള മഴയും ചൂടുമൊക്കെ ലഭിക്കുന്നത് കൊണ്ട് ഈ മേഖലയിൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ നിത്യഹരിതവനങ്ങൾ കാണപ്പെടുന്നു. ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ തുടർന്നുള്ള അധ്യായത്തിൽ ഉണ്ടാകും. അടുത്തത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ അഥവാ മൺസൂൺ കാലാവസ്ഥാ മേഖല. Didn't you know that the Indian subcontinent, of which our country is a part, receives rain mostly during the monsoon season? നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അഥവാ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നത് മുഖ്യമായിട്ടും മൺസൂൺ കാലത്താണ്, അല്ലേ? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മൺസൂൺ കാലത്താണ്. മൺസൂൺസ് ആർ ദി സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് സിസ്റ്റം. അതായത് കാലികമായിട്ട് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ വിൻഡ്സ് അഥവാ മൺസൂൺ കാറ്റുകൾ. These winds blow from sea to land in summer and get reversed from land to sea in winter. വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. നെക്സ്റ്റ് പേജ്. This region is known as monsoon climatic region because of the decisive influence of monsoon winds. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഇങ്ങനെ അറിയപ്പെടുന്നത്? മൺസൂൺ കാറ്റുകൾക്ക് നിർണായകമായ സ്വാധീനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. Is monsoon climate experienced only in the Indian subcontinent? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണോ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? Some other regions of the world also experience similar climatic conditions.
Observe the map figure 2.2 and atlas and list the regions experiencing monsoon climate. ലോകത്തിലെ മറ്റ് ചില പ്രദേശങ്ങളിലും സമാനമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ ഭൂപടം നോക്കിയിട്ട് ഇത് നിരീക്ഷിച്ചിട്ട് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമാണെന്ന് പട്ടികപ്പെടുത്തണം. ഏതെല്ലാമാണ്? ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം. നെക്സ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ. നോർത്തേൺ ഓസ്ട്രേലിയ, വടക്കൻ ഓസ്ട്രേലിയ. സൗത്തേൺ ചൈന, ദക്ഷിണ ചൈന. ഇവയൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ. Monsoon climate is characterized by long and humid summer and short dry winter. In monsoon climatic regions, diurnal range of temperature is very low in coastal areas and very high in the interiors. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതകളാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. Why does this difference in diurnal range of temperature occur? ദൈനിക താപാന്തരത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കും? Depending on the factors like physiography, direction of wind and distance from the coast, rainfall distribution also varies in the monsoon regions. Regions with as little as 50 cm of rainfall to areas receiving over 1000 cm of annual rainfall can be found in this region. അതായത് ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിൽ ഉണ്ട്. Don't you remember different types of rainfall discussed in the previous chapter? വിവിധ തരം മഴകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ? കൺവെൻഷണൽ റെയിൻഫോൾ ലഭിക്കാറുണ്ടോ? യെസ്, കൺവെൻഷണൽ റെയിൻഫോൾ അഥവാ സംവഹന മഴ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ ലഭിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് മൺസൂൺ കാറ്റുകൾ പിൻവാങ്ങിയ ശേഷം കര ചൂടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ മഴ പെയ്യാറുള്ളത്. നെക്സ്റ്റ്, luxuriant growth of vegetation due to the high temperature and rainfall helps forests in this region to become dense. Evergreen and deciduous trees are generally found here. However, deciduous trees are more common. Monsoon forests, also known as tropical deciduous forests, have a mixture of different types of trees depending on the amount of rainfall received. ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന് വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാകാൻ സഹായിക്കുന്നു. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു. With the help of ICT, collect images of plants and animals found in monsoon forests and create a digital album of the same. Caption them. അതായത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മൺസൂൺ വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു അടിക്കുറിപ്പോടു കൂടി ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക.
Monsoon region is one of the most densely populated areas in the world. High rainfall and availability of labor keeps monsoon climatic region an important agricultural region. Tropical crops like rice, sugarcane, jute, cotton, tea and coffee are cultivated here. Why are these crops called tropical crops? ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല. ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥാ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നുണ്ട്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഈ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങനെ തരംതിരിക്കുന്നത്? അവ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ പ്രദേശങ്ങളിൽ വളരുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെയോ സ്ഥിരമായി ചൂടും ഉയർന്ന ഈർപ്പവും ധാരാളമായ മഴയൊക്കെ ഉണ്ടാവും ഈ മേഖലയിൽ. അതുകൊണ്ട് ഇത് പലതരം സസ്യങ്ങൾ വളരാൻ അനുയോജ്യമാണ്. Intensive subsistence agriculture is prevailing in this region. In rare areas, shifting cultivation, a primitive subsistence agriculture also exists. Intensive subsistence agriculture അഥവാ തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും അഥവാ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറും നിലവിലുണ്ട്. Shifting cultivation has different names in different countries of the monsoon region. Find these names. സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട്. അവ ഏതെല്ലാമെന്ന് അന്വേഷിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഇതിനെ ധും എന്നാണ് വിളിക്കുന്നത്. ഇന്തോനേഷ്യയിൽ ലാഡാങ് എന്നും ഫിലിപ്പീൻസിൽ കെയ്നിൻ എന്നും മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും മിൽപ്പ എന്നുമാണ് ഈ സ്ഥാനമാറ്റ കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അറിയപ്പെടുന്നത്. With the variations in the availability of rainfall, the type, height and diversity of flora also vary. Diversity is evident in fauna also. മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും ഈ വൈവിധ്യം പ്രകടമാണ്. നെക്സ്റ്റ്, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. സാവന്ന കാലാവസ്ഥ മേഖല. സാവന്നാസ് ആർ ട്രോപ്പിക്കൽ grasslands found between 10 degree and 30 degree latitudes in both the hemispheres. These grasslands are known by different names in different regions. It is known as savanna in Africa, Campos in southern Brazil and Llanos in Venezuela. ഈ രണ്ട് ഹെമിസ്ഫിയറിലായിട്ട് അഥവാ അർദ്ധഗോളങ്ങളിലായിട്ട് 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖല പുൽമേടുകളാണ് സാവന്ന എന്നറിയപ്പെടുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും വെനിസ്വേലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു. With the help of map and atlas, identify the countries in which tropical grasslands are found. ഉഷ്ണമേഖല പുൽമേടുകൾ ഏതെല്ലാം രാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് അറ്റ്ലസിൻ്റെ ഭൂപടത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് ഹാവ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സ് ആൻഡ് കൂൾ ആൻഡ് ഡ്രൈ വിന്റേഴ്സ്. The annual average temperature here is between 21 degrees Celsius and 32 degrees Celsius and also receives annual rainfall of 25 cm to 125 cm. ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും
തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നു. Deciduous trees and tall grasses are the dominant vegetation of this region. As we move closer to the deserts, short bushes and thorny forests are seen. The forests and grasslands here provide a favorable habitat for wild animals. Herbivorous animals like giraffe and zebras abound in these grasslands. Carnivorous animals like lion and tiger are also found here. ഇല പൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നുണ്ട്. ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ അഥവാ ഹെർബിവോറസ് അനിമൽസ് പുൽമേടുകളിൽ ധാരാളമുണ്ട്. മാംസഭോജികളായ അതായത് കാർണിവോറസ് അനിമൽസ് സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു. Although soil found here is relatively fertile due to low rainfall, dry farming that requires less amount of water is adopted. Animal husbandry and agriculture are the means of livelihood of the people. Population density is generally low in the savanna region. Maasai and indigenous tribe of the African savanna leads a pastoral life. Cash crops are cultivated extensively in the savanna areas of former European colonies. Cotton cultivation in Sudan and coffee cultivation in Brazil are examples. താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് അഥവാ ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ അവലംബിക്കുന്നത്. മൃഗപരിപാലനം, കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടയജീവിതം നയിക്കുന്നു. യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണങ്ങളാണ്. When we approach the western margins of tropical grasslands, height of the trees gradually decreases with the decrease in rainfall. This is followed by desert vegetation. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അതിരുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത്. ഡിസേർട്ട് വെജിറ്റേഷനാണ് കാണുന്നത്. നെക്സ്റ്റ് ഹോട്ട് ഡിസേർട്ട്സ്, ഉഷ്ണ മരുഭൂമികൾ. We have discussed the characteristic of tropical grasslands and monsoon climatic regions. Though located at the same latitudes, hot deserts are regions with very little rainfall. ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ അഥവാ ഹോട്ട് ഡെസേർട്ട്സ്. അതായത് സെയിം ലാറ്റിറ്റ്യൂഡ്സിലാണ് ഈ ഹോട്ട് ഡെസേർട്ട്സ് സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറവാണ് ഇവിടെ. ഒബ്സർവ് ദി മാപ്പ് ആൻഡ് അറ്റ്ലസ് ഐഡൻറ്റിഫൈ ദി കോണ്ടിനെൻറ്റ്സ് വെയർ ഹോട്ട് ഡെസേർട്ട്സ് ആർ ലൊക്കേറ്റഡ്. ഭൂപടം അറ്റ്ലസൊക്കെ നിരീക്ഷിച്ചിട്ട് ഉഷ്ണ മരുഭൂമികൾ ഏതെല്ലാം വൻകരകളിൽ വ്യാപിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തുക.
ലൊക്കേറ്റ് ഹോട്ട് ഡെസേർട്സ് ഇൻ ദി ഔട്ട്ലൈൻ മാപ്പ് ആൻഡ് ഇൻക്ലൂഡ് ഇൻ മൈ ഓൺ അറ്റ്ലസ്. ഭൂപട രൂപരേഖയിൽ ഉഷ്ണ മരുഭൂമി മേഖലകൾ അടയാളപ്പെടുത്തി എൻ്റെ ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാം വൻകരകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ഈ ഉഷ്ണ മരുഭൂമികൾ? ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ വൻകരകളിലാണ് ഹോട്ട് ഡെസേർട്സ് വ്യാപിച്ചു കിടക്കുന്നത്. Tropical deserts are the hottest regions on Earth with an average annual temperature of 30 degrees Celsius. The highest recorded temperature in Al-Azizia in the Sahara Desert in 58 degrees Celsius. High diurnal range of temperature makes desert climate very difficult. Annual rainfall in desert areas is generally less than 25 cm and in some places it may not rain for several years. In the tropical region, hot deserts are located mostly on the western margins of continents. As the trade winds travel across the continents and reach the western margins, the wind loses its moisture and becomes dry. Therefore, the western margins of continents remain dry throughout the year. This is the main reason for the formation of deserts on the western margins of continents. അതായത് ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. 58 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല, ചൂടല്ലേ. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. അതായത് അവിടെ ജീവിക്കുവാനൊന്നും കഴിയില്ല. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴയൊന്നും തന്നെ കിട്ടാറില്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. വാണിജ്യവാതങ്ങൾ അഥവാ ട്രേഡ് വിൻസ് വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പമൊക്കെ നഷ്ടപ്പെടും. ഇവ പിന്നീട് വരണ്ട കാറ്റുകളായിട്ട് മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അതിരുകൾ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെൻറ്റ്സ് വർഷം മുഴുവനും വരണ്ടതായി കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വാണിജ്യവാതങ്ങൾ അഥവാ ട്രേഡ് വിൻസ് വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരണ്ട കാറ്റുകളായിട്ട് മാറുന്നു. അതുകൊണ്ട് വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവനും വരണ്ടതായിട്ട് കാണപ്പെടുന്നു. ഇതാണ് മരുഭൂമികൾ അഥവാ ഡെസേർട്സ് രൂപപ്പെടാനുള്ള കാരണം. Plants adapted to low rainfall climate such as cactus, shrubs and palms are mostly found here. Oases are formed in places where water sources are found. What are oases? കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട്. എന്താണ് ഒയാസിസ് അഥവാ മരുപ്പച്ചകൾ? 7ാം ക്ലാസ്സിൽ സോഷ്യലിൽ പഠിക്കുവാനുണ്ട്. ഒയാസിസ് അഥവാ മരുപ്പച്ച എന്ന് പറഞ്ഞാൽ ചില മരുപ്രദേശങ്ങളിൽ ശുദ്ധജലം ലഭ്യമായിട്ടുള്ള ഒരു ഫലഭൂയിഷ്ഠമായ സ്ഥലമുണ്ടാവും. ഇതിനു ചുറ്റും സസ്യജാലങ്ങൾക്കും മൃഗങ്ങൾക്കൊക്കെ വളരാനായിട്ട് കഴിയും. അങ്ങനെ ഈ മരുപ്പച്ചയ്ക്ക് ചുറ്റും അഥവാ ഒയാസിസിന് ചുറ്റുമായിട്ട് ആളുകൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് മരുപ്പച്ച. Identify and list the animals found in hot deserts. Collect their pictures with the help of ICT and prepare a digital album. ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കണം. ഉഷ്ണമരുഭൂമികളിൽ കാണപ്പെടുന്ന സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണെന്ന് പിന്നെ എന്താണ് വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി അത് കണ്ടെത്തുക. These areas are sparsely populated due to the unfavorable climate and other factors.
However, there are indigenous tribal communities who have adapted to the adverse conditions in most of the desert regions. The Bushmen of Kalahari Desert are an example for this. കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിലെ ജനവാസം കുറവാണ്, അതായത് ഈ ഉഷ്ണ മരുഭൂമികളിൽ. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലുമുണ്ട്. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിന് ഒരു ഉദാഹരണമാണ്. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ആർ ദി മെയിൻ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഇൻ ഡെസേർട്ട്സ്. കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം. സഹാറ മരുഭൂമിയിലെ ഒരു മരുപ്പച്ച അഥവാ ആൻ ഒയാസിസ് ഇൻ സഹാറ. പിക്ചർ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. Another factor that promotes human life in desert is the presence of economically valuable minerals. Gold mining in Australia and copper in Atacama Desert are examples for this. Discovery of petroleum deposits and the starting of oil mining in the Sahara and Arabic deserts have changed the very face of these regions. മരുഭൂമിയിലെ ജനങ്ങളുടെ ജീവിതമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ്. ഓസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഇതിന് ഉദാഹരണങ്ങളാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ തന്നെ മുഖച്ഛായ മാറി. സ്വർണ്ണ ഖനനവും ചെമ്പ് ഖനനവും പെട്രോളിയം ഖനനവും ഉള്ളതുകൊണ്ടൊക്കെ ഈ മരുഭൂമികളുടെയൊക്കെ മുഖച്ഛായ തന്നെ അങ്ങോട്ട് മാറി. സൗദി അറേബ്യയിലെ റിയാദ് നഗരത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. We have discussed 3 different climatic regions in the tropical region. Now let's get familiarized with the characteristic features of the climatic regions in the temperate zone. ഇത്രയും നേരം നമ്മൾ എന്താണ് വായിച്ചത്? ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ അഥവാ ക്യാരക്ടറിസ്റ്റിക് ഒക്കെ പരിചയപ്പെടാം. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിലെ 3 കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ടെമ്പറേറ്റ് സോൺ അഥവാ ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വീഡിയോ കാണുന്നവർ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.